നടുമുറ്റത്തുള്ളോണത്തപ്പങ്ങൾ നേദിച്ചു മുത്തശ്ശി. മിഴിയണ മാതാവേകിയ മഷി കൊണ്ടെഴുതി കറുകപ്പൂച്ചൂടി. ഏവർക്കും സുപ്രഭാതം. ഏതൊരു ജനതയുടെയും സംസ്കാരത്തിന്റെ സവിശേഷതകളിൽ അവരുടെ ഉത്സവാഘോഷങ്ങളിൽ കാണാൻ കഴിയും. മലയാളി ജനഹൃദയങ്ങളിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞ ഉത്സവമാണല്ലോ ഓണം. ഓണക്കാലം എന്നത് കേരളത്തിലെ ആഭാരവൃതം ജനങ്ങൾക്കും ആഹ്ലാദത്തിന്റെ കാലം കൂടിയാണ്. അതെ, തീർച്ചയായും. കാരണം കണ്ണീർ പൊഴിക്കുന്ന കർക്കടകത്തിൽ നിന്നും മന്ദഹാസം തൂകുന്ന ചിങ്ങത്തിലെത്തുമ്പോൾ പ്രകൃതിക്കുമുണ്ട് ഒരു മനോഹാരിത. തെളിഞ്ഞ അന്തരീക്ഷം, മഴമാറി പ്രകൃതി പച്ചപ്പണിയുന്ന സമയം, പലതരം പൂക്കൾ വിരിയിച്ച് പ്രകൃതി സ്വയം അലങ്കരിക്കപ്പെടുന്ന സമയം. ഇത്തരത്തിൽ വെയിലും തെളിച്ചവുമുള്ള അന്തരീക്ഷവും ചിങ്ങമാസത്തിന്റെ പ്രത്യേകതകളിലൊന്നാണ്. ചിങ്ങമാസത്തിന് പൊൻചിങ്ങം എന്ന വിളിപ്പേര് വരാൻ കാരണവും ഈ സമയത്തെ പ്രസന്നതയാണ്. പക്ഷേ മലയാളിയുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളും നൂതന രീതിയിലുള്ള ഗൃഹനിർമ്മാണവും സാങ്കേതിക വിദ്യകളുടെ നൂതനാവിഷ്കാരങ്ങളും അവയുടെ ഉപയോഗത്തെ ബാധിച്ചിരിക്കുന്ന ഈ അവസരത്തിലും ഓണത്തോടുള്ള മലയാളിയുടെ അഭിനിവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പിന്നെ നമ്മുടെ സെന്റ് മാർട്ടിൻ തറവാട്ടിലെ ഓണാഘോഷം ആരംഭിക്കാമല്ലോ. എന്നാൽ അത് പ്രാർത്ഥനയിലൂടെ ആകട്ടെ. പ്രാർത്ഥന ചൊല്ലുവാനായി നമ്മുടെ കൂട്ടുകാരെ ക്ഷണിക്കാം. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൂക്കാലം വിരിയിക്കുന്ന ഈ പുണ്യദിനത്തിൽ നമുക്കൊപ്പം ആഹ്ലാദം പങ്കിടാനായി എത്തിച്ചേരുന്ന ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുവാനായി തൻസിലിനെ ക്ഷണിക്കുന്നു. ആശംസകൾ. അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളായ പ്രളയവും പേമാരിയും ഉരുൾപൊട്ടലും നമ്മെ അപ്പാടെ തളർത്തിയെങ്കിലും നമ്മുടെ മനസ്സുകളിൽ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നട്ടുവളർത്താനുള്ള ഈ അവസരത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്ന മലയാളികളുടെ മഹോത്സവമായ ഓണത്തിന്റെ പൊൻപ്രഭയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. പരസ്പര സ്നേഹം പങ്കുവയ്ക്കാനായും ഓണവിശേഷം ഓതുവാനായും മഹാബലി ചക്രവർത്തിയുടെ സുവർണ ഭരണത്തിന്റെ ഓർമ്മ പുതുക്കുവാനായും ആഗതനായിരിക്കുന്ന നമ്മുടെ ബഹുമാനീയനായ ശ്രീ വിശ്വനാഥൻ സാർ അവരുടെ ഈ സുദിനത്തിലേക്ക് നാം എല്ലാവർക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും പാഠങ്ങൾ ചൊല്ലിത്തരുവാനും നമ്മളിൽ പരസ്പര സ്നേഹത്തിന്റെ പൂക്കാലം വിരിയിക്കുവാനായി നമ്മളെ നമ്മളാക്കുവാനായി അഹോരാത്രം ഉത്സഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റവറൻ സിസ്റ്റർ ബ്രിജിറ്റ് അവരുടെ ഈ പുണ്യദിനത്തിലേക്ക് അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യും. കൂടാതെ സിസ്റ്റർ കാത്രിൻ, സിസ്റ്റർ ജെൻസി, സ്നേഹം നിറഞ്ഞ ഗുരുനാഥന്മാരെയും മറ്റു സഹപ്രവർത്തകരെയും ഈ സുദിനത്തിൽ പങ്കെടുക്കുവാൻ വളരെയധികം ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓണം അന്നും ഇന്നും എന്നും സന്തോഷത്തിന്റെ ഒരു അനുഭൂതി തന്നെയാണ്. ഈ സന്തോഷം പങ്കിടാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും ക്ഷേമാന്വേഷകരെയും വളരെയധികം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ശിശുദിനത്തിലെ അക്ഷയ പുഷ്പങ്ങളാൽ വർണ്ണാഭമാക്കി തീർക്കുവാനായി ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തരെയും ഊഷ്മളതയോടുകൂടി വരവേൽക്കുന്നു. ഓണത്തിന്റെ ചൈതന്യം ഹൃദയത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ചൊരിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി. ഏറെ ഉന്മേഷം ലഭിച്ചതുപോലെ ഏതൊരാഘോഷവും ആരംഭിക്കുന്നതിന് മുൻപ് ഭദ്രദീപം തെളിയിച്ച് ഐശ്വര്യപൂർണ്ണമാക്കുക എന്നത് അതിന്റെ ഒരു ഭാഗമാണല്ലോ. നമ്മുടെ ആഘോഷവും തിരിതെളിയിച്ച് ആരംഭിക്കുവാനായി വളരെയധികം സ്നേഹ ബഹുമാനത്തോടെ ഞങ്ങളുടെ സിസ്റ്റർ ആൻഡ് മറ്റംഗങ്ങളെ ക്ഷണിച്ചു കൊടുക്കും. ഭദ്രദീപം കൊളുത്തി പരിപാടിക്ക് തുടക്കം കുറിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു. ഓണം എന്നത് വെറും ഒരു ആഘോഷമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ആഘോഷമാണ്. മഹാബലി ചക്രവർത്തിയുടെ സുവർണ്ണ ഭരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ ആർപ്പുവിനോടും ആഴത്തോടും കൂടി മാവേലി തമ്പുരാനെ വരവേൽക്കാം. തന്റെ മുമ്പിലെത്തിയ ദരിദ്ര ബ്രാഹ്മണനായ വാമനനോട് ദാനമായി എന്താണ് വേണ്ടതെന്ന് മഹാബലി ചോദിച്ചു. തനിക്ക് കുറച്ച് ഭൂമി മാത്രം മതിയെന്ന് വാമനൻ പറഞ്ഞു. എത്ര ഭൂമി വേണം എന്ന് മഹാബലി ചോദിച്ചു. തന്റെ 3 കാലടി കൊണ്ട് അളക്കാവുന്നത്ര ഭൂമി മാത്രം മതിയെന്ന് വാമനൻ പറഞ്ഞു. മഹാബലിക്ക് അല്പം ആശ്ചര്യം തോന്നിയെങ്കിലും വാമനന്റെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചു. എന്നാൽ വാമനൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയ അസുരഗുരുവായ ശുക്രാചാര്യർ വാമനന് ഭൂമി ദാനം ചെയ്യുന്നതിൽ നിന്നും മഹാബലിയെ വിലക്കുവാൻ ആവതും ശ്രമിച്ചു. പക്ഷേ സ്വർഗമാർക്ക്
കാരണം ശുക്രാചാര്യരുടെ മുന്നറിയിപ്പിനെക്കുറിച്ച് ഊന്നി എടുത്തുകൊണ്ട് ബ്രാഹ്മണനോട് പറയുന്നു. മഹാബലി വാക്ക് നൽകിയ ക്ഷണം വാമനന്റെ ശരീരം വലുതാകാൻ തുടങ്ങി. വാമനൻ പ്രപഞ്ചത്തോളം വളർന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ ബ്രാഹ്മണൻ അല്ലെന്ന് അതിനാരണം തന്നെ മഹാബലിക്ക് മനസ്സിലായി. വാമനൻ എന്ന പേരായ ആ കൊച്ചു ബാലൻ ത്രിവിക്രമൻ എന്നറിയപ്പെടുന്ന ഗുണാകാരമായ രൂപമെടുക്കുന്നത് തന്റെ ആദ്യ ചുവടിൽ ഭൂമിയെ മുഴുവനായും അളന്നു. അതിനുശേഷം രണ്ടാം ചുവടിൽ ആകാശത്തെയും മുഴുവനായും അളന്നു. ഈ രണ്ട് ചുവട് കൊണ്ട് തന്നെ മഹാബലിയുടെ സാമ്രാജ്യം മുഴുവനായും ഭൂമിയും ആകാശവും ഉൾപ്പെടെ അളക്കപ്പെട്ടു കഴിഞ്ഞു. മൂന്നാം ചുവട് എവിടെയാണ് വെക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. വിഷ്ണു ഭക്തനെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി ചക്രവർത്തി മൂന്നാം ചുവട് വെക്കുവാനായി തെലുങ്ക് ഭക്തിയോടെയും സമർപ്പണ ഭാവത്തോടെയും തന്റെ പിറക്ക് ആനന്ദപൂർവ്വം വാഗ്ദാനം ചെയ്തു. ആ സമയം വാമനൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മഹാബലി ചോദിച്ചു. മഹാവിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിൽ മഹാബലിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാബലിയെ പരീക്ഷിക്കാനായാണ് താൻ വന്നതെന്നും പരീക്ഷണത്തിൽ മഹാബലി വിജയിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. തന്റെ രാജ്യത്തെ പ്രജകളോട് വളരെ അധികം സ്നേഹമുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു മഹാബലി. അവരെ ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് പോകുന്നത് മഹാബലിക്ക് അത്രമേൽ വിഷമകരമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു തവണ പ്രജകളെ കാണാൻ തനിക്ക് അനുവാദം നൽകണമെന്ന് മഹാബലിയോട് ആവശ്യപ്പെട്ടു. മഹാബലിയുടെ സ്വഭാവ മഹിമയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ആ ആവശ്യം അംഗീകരിച്ചു. തന്റെ രാജ്യത്തിൽ നിന്നും പോയാലും മഹാബലിയെ എന്നും പ്രജകൾ സ്നേഹത്തോടെ ഓർമ്മിക്കുമെന്നും മഹാവിഷ്ണു അനുഗ്രഹിച്ചു. തന്റെ പ്രജകളെ കാണാൻ മഹാബലി പാതാളത്തിൽ നിന്നും തിരിച്ചു വരുന്ന ദിവസമാണ് മലയാളികൾ ഓരോ വർഷവും ഓണമായി ആഘോഷിക്കുന്നത്. മലയാള മാസം ചിങ്ങത്തിലെ അത്തം ദിവസം മുതൽ മഹാബലിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. അത്തം ദിനം മുതൽ വീടുകളുടെ മുന്നിൽ പൂക്കളം ഒരുക്കും. മഹാബലി പ്രജകളെ കാണാനെത്തുന്ന തിരുവോണ നാളിലാണ്
ക്ഷണിക്കുന്നു. ആവേശഭരിതമാക്കുന്ന മലയാളികളുടെ തനത് ജലമേളയാണ് വള്ളംകളി. കേരളത്തിലെ ജലപരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് വരുന്ന പായ്പാടിന്റെയും ചമ്പക്കുളത്തിന്റെയും ആറന്മുളയുടെയും കുളക്കുട്ടന്മാരെയും വഞ്ചിപ്പാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ എതിരേൽക്കുക കൊള്ളുന്നവരാണ് മലയാളികൾ. ആ ആവേശത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വള്ളംകളി എന്ന കായിക വിനോദത്തിന്റെ സാഹസികതയും ഉത്സാഹവും ഒട്ടും ചോരാതെ ദൃശ്യവർണ്ണനാഥ വിസ്മയങ്ങളുടെ അകമ്പടിയോടെ ഇതാ എത്തുന്നു നമ്മുടെ സെന്റ്മാർട്ടിൻസിന്റെ ചുണ്ടൻ വള്ളം. ആർക്കോ ഹീറോ ഹീറോ, ആർക്കോ ഹീറോ ഹീറോ, ആർക്കോ ഹീറോ ഹീറോ.
ஆசிரியர் மாணவ மாணவி, நாம் இங்கே திருமோண திருநாளிலே மகாவலியை வரவேற்க இங்கே கூடியிருக்கிறோம். நம் நாட்டிலே ஒரு காலத்தில் மகாவலி என்கின்ற அரசாங்கம் இருந்தார். அவருடைய ஆட்சியில் 3 லோகங்களிலும் அவருக்கு பெருவாரியாக நல்ல பெயர் கிடைத்துக் கொண்டது. இதை சகிக்காத ஒரு இனம் யார் நல்லது செய்தாலும் அது எல்லாருக்கும் முடியாது, பிடிக்காது. அப்படி இருக்கின்ற போது 3 லோகத்திலும் கல்வி ஆராய்ச்சி ஒரு தகுதி பெற்றவர் மகாபலி வளருவார் என்ற நிலை உருவான போது அவரை ஆட்சியை அமர்விடக்கூடாது என்பதற்காக நம்முடைய முன்னோர்கள், அதாவது இந்திரனுடைய தலைமையில் அவர்கள் மகா விஷ்ணுவ அவதாரத்திற்கு அந்த மகாபலியை இடம் பெற்று 3 மண் வேண்டும் என்று கேட்டிருந்தார்கள். மகாபலி தர்மசீலன் எதை கேட்டாலும் இல்லை என்று சொல்லுவார்கள். அப்போது 3 மண்ணை கொடுக்கிறார். சரி, ஒரு அடியிலே அவன் பூமியில் இறந்தான், 2வது அடியிலே ஆறாவத்தில் இறந்தான், 3வது அடி எங்கே என்று கேட்டபோது தான் சொன்ன சொல்லை வீராக, தான் கொடுத்த வாக்குறுதியை வீராக அந்த மகாபலி அரசன் என்ன செய்கிறார்? உங்களுடைய தலையை 3வது அடியில் வைத்துக் கொள்ளுங்கள் என்று கூறுகிறார். ஆனால் ஒரு வாக்குறுதி எனக்கு கொடுக்க வேண்டும் என்று கேட்கிறார். என்ன கேட்டார்? வருடத்தில் ஒரு நாள் நான் இந்த மக்களை என்னுடைய குழந்தைகளுக்கான நான் இந்த நாட்டிற்கு வர வேண்டும், அவர்களை சந்திக்க வேண்டும், அவர்களை காண வேண்டும், அவர்கள் பேச வேண்டும் என்று அந்த மகாபலி அவர்கள் கேட்கின்றார். அந்த மகாபலியினுடைய அதை வாக்கை ஏற்று வருடத்தில் ஒரு முறை தன்னுடைய குழந்தைகளுக்கான அந்த மகாபலி சமுதாயம் வருகின்ற நாள்தான் இந்த திருவோணம். அத்தனை முதல் 10 நாட்கள் மகாபலி அவர்களுக்கு கேரளத்தில் மட்டுமல்ல இந்திய துணைக்கண்டத்திலே இருக்கின்ற இந்த மகாபலியை தெரிந்தவர்கள் அனைவரும் வரவேற்கும் பெற்று மகாபலி அவர்கள் காத்துக் கொண்டிருக்கிறார்கள். ஆகவே இந்த திருவோண திருநாளில் கள்ளமும் சதியும் இல்லாத ஒரு நல்ல ஒரு ஆட்சி, நல்ல ஒரு இனம் நம்மிடம் வர வேண்டும். வருகின்ற தலைமுறை நல்லவர்களாக வர வேண்டும். அவர்கள் கள்ளமில்லாதவர்களாக சதி இல்லாதவர்களாக முன்னேற வேண்டும் என்று இந்த தருணத்தை கூறிக்கொண்டு விடைபெறுகிறேன். வணக்கம், ஜெய். എവിടെ പോയി കിടക്കുക? എന്നാലും മഹാമാക്രി മാക്രി നല്ല ഏതോ മാക്രിയല്ല, മന്ത്രി. ഞാൻ ഇന്ന വേറെ പഠിച്ചു എനിക്ക് വിളിച്ച് എനിക്ക് കിച്ചണില് വേറെ ഞാൻ എവിടെ ആയിരുന്നു ഒരു മഹാദേവൻ ഇപ്പൊ പണിയൊന്നും കഴിഞ്ഞ് എണീക്കും. അങ്ങേർക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും വച്ചുണ്ടാക്കി കൊടുക്കാനാ അങ്ങ് വടക്ക് ചായ ഇട്ടുകൊണ്ടിരുന്ന തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. എന്നിട്ട് ആ പള്ളിക്കഞ്ഞി ഉണ്ടാക്കിയോ? കഞ്ഞിയല്ലേ, പിന്നെ പള്ളി കഞ്ഞി കിടയാണ്. അതിന് പകരം പള്ളി അൽഫാമാണ്. എന്ത് അൽഫാമ ആണെങ്കിൽ നമ്മുടെ പള്ളി വന്ന് പോകുന്നതിന് മുന്നാടി തന്നിട്ടാ പോയെ. അതേ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയി തമ്പുരാനിക്ക് മാത്രമേ അൽഫാമുള്ളൂ. ബാക്കി എല്ലാവർക്കും പള്ളിക്കഞ്ഞി തന്നെ. ആ ബ്രേക്ക്ഫാസ്റ്റ് ആ മൂന്ന് കൊണ്ടുപോയി. ഞാൻ പോയി കോഴീസുടന്റെ വിടാൻ ശാന്തന. ആ മഹാദേശപരൻ പള്ളിയോട്ടം കഴിഞ്ഞോ? ഒന്ന് വിളിച്ചു നോക്കാം. മഹാദേശപരനെ പള്ളിയോട്ടം കഴിഞ്ഞോ? ഇരിക്കാറായോ? ആ കഴിഞ്ഞു. എന്നാ ഞാനിന്റെ അനൗൺസ്മെന്റ് അങ്ങോട്ട് പോകണം. രാജപുരോത്തുണ്ടൻ പത്മശ്രീ ഭരത് ലഫ്റ്റനന്റ് ജയണം മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നേ. നമ്മുടെ സുഹൃത്തിന് മധുമഹാമന്ത്രി ഇരിക്കതേ ഒരു വൈകി പോണതല്ലേ? മന്ത്രി എങ്ങോട്ട് പോകുന്നു? ഈ വട്ടയിൽ നീയൊന്നും ബാക്കിയില്ല കേട്ടാ. സിക്കിനി എടുത്താലോ? ഓഹോ, പോലീസിന്റെ മാറ്റി മന്ത്രി സിക്കിനി എടുക്കാൻ കൊട്ടാരമേലിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് പറഞ്ഞ പ്രവർത്തനം ആ കൊച്ചുകൾ എവിടെ? നമുക്കൊരു നടുവേദന. അപ്പൊ അതറിഞ്ഞില്ലേ എന്ത്? അങ്ങേ കാട്ടിൽ തേര്
കഷ്ടപ്പെടുന്നതായിരിക്കാം. ബാക്കി നോക്കും. അതെ, ജനങ്ങളെല്ലാവരും ഹാപ്പിയായിരിക്കുകയാണ്. ആയതിനാൽ ദേവന്മാരെല്ലാവരും അങ്ങയുടെ കയ്യിൽ അംഗീകാരങ്ങളാണ് എന്ത് വില കൊടുത്തും അങ്ങയെ തോൽപ്പിക്കാൻ അവർ കച്ചേരി നടത്തുകയാണ്. അവർ കച്ചേരി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് മഹാബലി തമ്പുരാൻ കരുതിയിരിക്കണം, അവർ ഏത് വേഗത്തിലും വരാം എന്ന ദേവലോകം ഇംഗ്ലീഷിലോ തമ്പുരാനെ എന്ത് ചെയ്യും? ഇന്ദ്രനും ചന്ദ്രനും വന്നിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഒരു പിന്നെ അല്ല, അങ്ങനെ വെച്ചാൽ ബാങ്കിലുമായിട്ട് വന്ന രാജൻ കടക്കമുള്ളത് എന്ന് പറയും. രായനോടാ കളി. മതി മന്ത്രി, എന്നെ വല്ലാണ്ട് നോക്കുന്നു. അധികമായാൽ ഞാൻ ചാത്തവൻ വരും. മറക്കണ്ട, കള്ളവുമില്ല ചതിയുമില്ല എന്നാണ് കേട്ടോ. അതൊക്കെ പോലെ ചില മതി. നമ്മുടെ വണ്ടി സർവീസ് കൊടുത്തിട്ട് കിട്ടിയായിരുന്നു. ഞാനത് പറയാൻ നടന്നു. ഒട്ടാന ഡ്രൈവർ വാസു നമ്മുടെ വണ്ടി സർവീസിനെടുത്തോണ്ട് വരുമായിരുന്നു. വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയിൽ രാജമുദ്ര പതിപ്പിച്ചത് ആൾട്ടറേറ്ററാണെന്നും പറഞ്ഞ് മോട്ടോർ വാഹനങ്ങൾക്ക് പിടിച്ചോണ്ട് പോയി. എന്ന് അസംഭവ്യം. എന്ത് അസത്യം? ഓ, അസത്യമല്ല, അസംഭവ്യം. അവർ കത്തിച്ചെടുക്കാണ്. മഹാമന്ത്രി വണ്ടിയൊക്കെ വിളിച്ച് മോട്ടോർ ട്യൂഷൻ പോലെയുണ്ട്. ഇല്ല അല്ല, യേശു മക്കളെ ഇദ്ദേഹം അങ്ങേ മുഖം കാണിച്ചിട്ടേ പോകുമെന്നും പറഞ്ഞു. ഇദ്ദേഹം അങ്ങേ മുഖം കാണിച്ചിട്ടേ പോകുമെന്നും പറഞ്ഞ് പുറത്തു നിൽക്കുക. എന്തോ ആവശ്യം അങ്ങയെ ഉണർത്തിക്കാനുണ്ടത്രേ. അതിനെന്താ ഇഷ്ടം കൊണ്ട് പറ്റിയോ? രാജൻ, എന്റെ പേര് ഏമന്നൻ. രാജൻ ഇങ്ങനെ കണ്ടിട്ടാൽ ഇന്റലിജൻസുകാർ പറഞ്ഞ ഫാൻസി ഡ്രസ്സാണ്. ഒരു നല്ല ലക്ഷ സൂക്ഷിക്കണം. ഓ, ഒരിക്കലും ആ മുഖത്തേക്ക് നോക്കും. എന്തൊരു ചൈതന്യം, എന്തൊരു തേജസ്, എന്തൊരു ഭയസമാണ്. എന്താണ് ആ കഴിക്കുന്നുണ്ട്? അതിന്റെ കാരണപ്പെടുത്തേക്കാവും. പറഞ്ഞിട്ടുമല്ലേ എന്താണ് വേണ്ടത്? അതെ, എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നുണ്ടാവും. എന്തായാലും പറഞ്ഞു. ഈ മഹാബലി തമ്പുരാൻ അത് നടത്തി സമ്മതിച്ചു. കോമേഴ്സ് രാജൻ വേണ്ട. ഈ ഡിജി കോമേഴ്സ് ഇട്ടാൽ നിങ്ങൾ മാറ്റാൻ പറ്റില്ല. ആവശ്യം എന്താണ്? അങ്ങനത്തെ ഡിജി കോമേഴ്സിലാണ്. ശരിയ തമ്പുരാനെ, ഇയാളെ കണ്ടിട്ട് എന്തോ മതി കേടും. അതുകൊണ്ട് ആദ്യം അടച്ചിട്ട ഡിഗ്രി കൊണ്ടിട്ടാൽ മതി. ഇതെന്റെ വാക്കാണ്, എന്റെ വാക്ക്. ആദ്യം മഹാമന്ത്രി രാജൻ ഈ പ്രോബ്ലം പ്രയോഗിച്ചിട്ടൊന്നും ഇല്ലല്ലേ? കള്ളവും
രാത്രിയൊക്കെ കഴിഞ്ഞെങ്കിലേ ഞാനെന്റെ അറബി പരിപാടിയിലേക്ക് അങ്ങനെ കിടക്കാമായിരുന്നു. എന്തേ അയ്യാ കടന്നു മൂന്നറിയിൽ കൂടി ഒരിക്കലും സംസാരിച്ചത് കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ടല്ലോ. ഫേസ്ബുക്ക് ലൈവ് പോവാൻ പോകും. ലൈവിട്ട് രാജന്റെ പേര് ദേവലോകത്ത് മാറ്റിക്കാനുള്ള പ്ലാനാണ്. ഓൾറെഡി നാളിലേക്ക് ഈ ഇരുന്നൂറ് നാളാണ്. മഹാരാജൻ ഇതാണ് കുമ്പന്മാർ. ആഹാ ഇത് കൊള്ളാമല്ലോ. ഇതിൽ ദേവലോകത്തിൽ കാണാൻ പറ്റൂ. പിന്നെ കാണാൻ പറ്റുമെന്നോ? ഇതിലെല്ലാ ലോകവും കാണാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ട സ്ഥലം ഈ മാമൻ അങ്ങനെ സെലക്ട് ചെയ്ത് എന്റെ കാലം കാണാൻ. ഓ കൊള്ളാമല്ലോ ഇതാണ്. ചിത്രങ്ങളോ അല്ല ഇതെങ്ങനെ സംഭവിക്കുന്നു? ആദ്യം ഞാൻ ദേവലോകം സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ അതിൽ സമ്മതിക്കാം. ദേവലോകം നീ എന്റേതാണ് കേട്ടാ. ഇനി ഞാൻ ഭൂമി അങ്ങനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ അതിൽ സമ്മതിക്കാം. അങ്ങനെ ദേവലോകവും ഭൂമിയും ഇപ്പൊ എന്റേതായിട്ടാവും. രാജൻ എന്റെ മൂന്നാമത്തെ നാടി മണ്ണ എവിടെയെന്ന് അതെ വാക്കോടെ വാക്കാക്കണം കേട്ടാ. എനിക്ക് ചോട്ടാൻ മൂന്നാം കാര്യം മണ്ണിൽ കിട്ടിയേ പറ്റും. ഇത് ചോട്ടാൻ എന്ത് തല മാത്രമേ ബാക്കിയുള്ളൂ. അത് കാളക്കിരാജൻ ഇവിടെ ഇല്ല. വാമന് ചവിട്ടാൻ വേണ്ടത് മണ്ണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ചോട്ടാൻ രാജന്റെ തലയാണെങ്കിലും മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ അപ്പൊ ഫിക്സ്. പാവം എത്ര നല്ല മനുഷ്യൻ. കഴിവാണെങ്കിൽ മതി. നിറച്ച് സ്ഥാപനത്തിൽ പോലാം. മുന്നിയാണ്ടി നിനക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ. സാറിന് രണ്ടും ചേർന്ന് തന്നെ നല്ല ഇഷ്ടമാണ്. ചിക്കൻ മാത്രമേ ഉള്ളൂ. മൈനസൊന്നും മൈനസ് ഇല്ല രാജ്യം. മിസ്റ്റർ രാമനൻ താങ്കളുടെ മൂന്നാമത്തെ എന്റെ തലയിൽ തന്നെ ചവിട്ടിക്കൊള്ളു. ഞാൻ തയ്യാർ. എന്തായാലും നാം മഠത്തിലൊരിക്കൽ പ്രതികളെ കാണാൻ വരുന്നതല്ലേ. അപ്പോ ജനങ്ങൾക്ക് അതൊരു ആഘോഷമായിരിക്കും. നമുക്കതിനൊരു നല്ലൊരു പേരുണ്ട്. അത് ശരിയാണല്ലോ. പക്ഷേ എന്ത് പേരിടും? പക്ഷേ ഉണ്ടല്ലോ വർഷത്തിൽ 10 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് മര്യാദയിൽ തിരിച്ചു പോകാം. മനസ്സിലായ? ഓ പൊക്കോണം. ഓ ഓണം. ഓ നം. ഓ നം. ഓണം. കൊള്ളാം. അത് അടിപൊളിക്ക് അത്
ഓക്കെ ഓക്കെ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാ